ഒരുപക്ഷെ അവർ ചെയ്തത് തെറ്റ് തന്നെ ആയിരിക്കാം. പക്ഷെ അവർക്കത് തോന്നില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെ ഞാൻ പറയുന്നത് തെറ്റാണ്. നമുക്ക് പിന്നാലും അവരുടെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയും വേണം. സമയത്ത് നമുക്ക് കറക്ഷൻ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് പറയാം, തിരുത്താൻ ശ്രമിക്കാം. പക്ഷെ അവർ തിരുത്തപ്പെടാൻ തയ്യാറായില്ലെങ്കിലും നമുക്ക് അവരുടെ കൂടെ ജീവിച്ചു പോകണമെങ്കിൽ മുഖം വെറുപ്പിച്ചോ മുഖം തിരിച്ചോ ഇരിക്കാതെ നമുക്ക് ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് തന്നെ എന്നും കാണുന്ന അയൽവക്കക്കാരാണ്, അവരോടൊപ്പം നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ജീവിച്ചു പോയല്ലേ മതിയാകൂ. കാരണം ജീവിതത്തിൽ എന്നും കാണേണ്ടവരാണ്. എത്ര ദിവസം നമ്മൾ മുഖം തിരിച്ചിരിക്കും? മുഖം തിരിച്ചിരിക്കും തോറും നമ്മൾ തമ്മിലുള്ള വിടവ് കൂടിക്കൂടിയല്ലേ വരിക. അപ്പം നമുക്ക് അവരോടൊപ്പം ചേർന്ന് സന്തോഷമായൊരു ജീവിതം ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ അവരുടെ മൈനസ് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സിലെ അസ്വസ്ഥത കൂടും, അവർ നമ്മളും തമ്മിലുള്ള അകൽച്ച കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അവരെ ഉൾക്കൊണ്ട്, അവരിതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലെ ചില ഗുണങ്ങളും സദ്ഗുണങ്ങളും നല്ല ശക്തികളും ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതികൂല സാഹചര്യമോ അല്ലെങ്കിൽ ഒരു മോശ സ്വഭാവമുള്ള ഒരാളുടെ കൂടെ നമുക്ക് ഇടപഴകി ജീവിക്കേണ്ടി വരുന്നത്. ആ ഒരു പ്ലസ് നമുക്ക് നമ്മുടെ നന്മകളെ അളക്കാനുള്ള ഒരു അളവുകോല് പോലെയായിട്ട് ആ പ്രതികൂല സാഹചര്യത്തിലെ ആ വ്യക്തി മാറുന്നത് നമുക്ക് കാണാം.